സംഭവ വികാസങ്ങളും ഏറെ സന്തോഷം നൽകുന്ന തൃപ്തികരമായ കാര്യങ്ങളല്ല. കേരളത്തിൻ്റെ ബന്ധങ്ങളിൽ പോലും, മനുഷ്യബന്ധങ്ങളിൽ പോലും വലിയ തരത്തിലുള്ള വീഴ്ചകൾ അനുഭവ സാക്ഷ്യങ്ങളായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ഈ അടുത്ത് വൃദ്ധ ദമ്പതികൾ വീടിനകത്ത് മരണപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞ് പുറം ലോകം അറിയുമ്പോഴത്തേക്ക് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സുഹൃത്തുക്കളെ, തൊട്ടപ്പുറത്തെ വീട്ടിലെ അയൽവാസികൾ പോലും അറിയുന്നില്ല തൻ്റെ അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന 2 മൃതശരീരങ്ങളെക്കുറിച്ച്. അയൽപക്ക ബന്ധങ്ങൾ പോലും പരസ്പരം അകന്ന ആത്മബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങൾ. തൊട്ടടുത്ത് നടക്കുന്ന മരണങ്ങൾ പോലും അറിയാതെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ആംബുലൻസ് കടന്നു വരുമ്പോഴാണ് 2 or 3 വീടപ്പുറത്ത് കിടക്കുന്ന തൻ്റെ അയൽവാസി മരിച്ച വിവരം അറിയുന്ന നാട്ടുകാർ. ഒരുപാട് പ്രതികളെ പല കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നു. അവസാനം പ്രതി അയൽവാസിയാണ്. ഇങ്ങനെയുള്ള ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുമ്പോൾ സ്വാഭാവികമായും ദയയുള്ള, കാരുണ്യമുള്ള, അലിവുള്ള മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് കുടുംബം വേണം, ഇണകൾ എന്ന ദാമ്പത്യ ജീവിതം വേണം, മക്കൾ വേണം, സുഹൃത്തുക്കൾ വേണം, അയൽവാസികൾ വേണം, നാട്ടുകാർ വേണം. ഇവരിൽ നിന്നെല്ലാം ഒളിച്ചോടി ഒഴിഞ്ഞു മാറി ഒരു ജീവിതം ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ആ ബന്ധങ്ങളെ ഏറ്റവും ചുരുക്കി വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ്. സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനോടും പങ്കു ചേർക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. അല്ലാഹുവിനോട് ബന്ധമുണ്ട്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ തൊട്ടടുത്ത പദമാണ് പ്രയോഗിച്ചത്. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം, കുടുംബം വേണം. വൽ യതാമാ വൽ മസാകീൻ, യതീമുകളോട്, മിസ്കീനുകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ സഹവസിക്കണം. പിന്നെ പറയാണ് വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ എന്ന് പറഞ്ഞിട്ട് വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്, അയൽവാസികൾ. ഒരൊറ്റ ആയത്തിനകത്താണ് സൂചിപ്പിക്കുന്നത്. മഹാനായ ഇമാം നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ്, അയൽവാസി എന്ന് പറഞ്ഞാൽ അതിനെ 2 ആക്കിയിട്ടാണ് ഈ ആയത്തിൽ വിശദീകരിച്ചത്. ഒന്ന്, വൽ ജാരി ദിൽ ഖുർബാ, നിന്റെ കുടുംബ ബന്ധമുള്ള, നിന്റെ മതത്തിൽപ്പെട്ട നിന്റെ അയൽവാസി. നമ്മുടെ ഉമ്മാന്റെ കുടുംബക്കാര്, നമ്മുടെ ബാപ്പാന്റെ കുടുംബക്കാര്, നമ്മുടെ വിവാഹത്തിലൂടെ നമ്മുടെ പല ബന്ധങ്ങളിലുമുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അയൽവാസികളുണ്ടോ? അവർ നിന്റെ മതത്തിലുള്ളവരാണ്, നിന്റെ കുടുംബത്തിലുള്ളവരാണ്, നിന്റെ അയൽവാസിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലദീ ലഹു ഹഖാനി, അവർക്ക് 2 ബാധ്യതകളുണ്ട്. ഹഖുൽ ജിവാർ, അയൽവാസി എന്ന ഒരു ബന്ധമുണ്ട്. വഹഖുൽ ഖറാബ, കുടുംബക്കാരനാണെന്ന ബന്ധവുമുണ്ട്. 2ഉം അവരോട് തെറ്റുകൂടാതെ സൂക്ഷിക്കണം. കുടുംബക്കാരായ മാത്രമല്ല, അവർ നമ്മുടെ അയൽവാസി കൂടെയാണ്. നമ്മുടെ പെങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടോ? അവർ നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ കുടുംബമാണ്. വൽ ജാരിൽ ജുനുബി, മറ്റൊരു അയൽവാസിയുണ്ട്, അദ്ദേഹം അകന്ന അയൽവാസിയാണ്. അഥവാ വഹുവ ഹഖുൽ ജിവാർ, കുടുംബക്കാരനൊന്നുമല്ല, ഏതോ മതക്കാരനാവാം, ഏത് നാട്ടുകാരനാവാം, ഏത് ഭാഷക്കാരനാകാം. അന്യനായ ഒരയൽവാസിയുണ്ടോ, അദ്ദേഹത്തിനോട് അയൽവാസി എന്ന ഏറ്റവും നല്ല ഒരു ബന്ധം നിങ്ങൾക്കുണ്ട്.
എത്ര കൃത്യമായി ഖുർആനിനകത്ത് ഇത് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്, അവരുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് ഹദീസിലൂടെ വഹിയിലൂടെ നിരന്തരമായി പറയാൻ തുടങ്ങി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയൽവാസികളുമായി ബന്ധപ്പെട്ട മര്യാദ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ, അയൽവാസിക്ക് പുണ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുമായി ജിബ്രീൽ എനിക്ക് വസിയത്ത് നൽകാൻ തുടങ്ങി. ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു, മരിച്ചാല് അയൽവാസിക്ക് അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അത്രക്കുണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി. കേൾക്കണം, നമ്മൾ സംസാരിക്കുന്ന 2024 യുഗത്തിൽ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ 10 വീട്ടുകാരെ വേണമെങ്കിൽ ചേർത്ത് വെച്ചോ, നമ്മളും അവരും തമ്മിൽ എത്രമാത്രം ഗൗരവത്തിലാണ് സൂക്ഷിക്കേണ്ടത് എന്നതിൽ ഈ ഹദീസ് പോരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുകിരിം ജാറഹു, അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. പരസ്പരം വഴക്ക് കൂടി തല്ലുകൂടി ദേഷ്യപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യ, നിന്റെ ഈമാനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ഈമാണ്ടോ, പരലോക ബോധമുണ്ടോ, അയൽവാസിക്കൊരു ആദരവ് നൽകുന്നവനായിരിക്കും. നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കാം. മറ്റു ജില്ലയിലാണ്, മറ്റു പ്രദേശത്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. നമ്മളെങ്ങനെയാണ് ചെറിയ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പിണക്കങ്ങളുള്ള ഒരു മതിലിനപ്പുറത്തുള്ള വീട്ടുകാരുമായി ബന്ധം വിച്ഛേദിച്ച എത്ര പേരുണ്ടെന്ന് ഈ പള്ളിയിൽ? കാരണങ്ങൾ എന്തോ ആവട്ടെ, ആ പിണക്കങ്ങൾ നിനക്ക് ആരാണ് അനുവദിച്ചു തന്നത്? ശരി, നാവ് കൊണ്ട് നിരന്തരമായി തന്റെ അയൽവാസികളെ ഉപദ്രവിക്കുന്ന എത്ര പേരുണ്ട്? ഒരു സ്വൈര ജീവിതം കൊടുക്കാതെ എത്ര പേര്? നമ്മളെ കുറിച്ച് വിലയിരുത്താനാണ്. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കളിക്കാൻ പോയ നമ്മുടെ മക്കൾ തമ്മിൽ, ചെറിയ പ്രായമുള്ള കുട്ടികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി നടന്ന, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബന്ധങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ എത്ര വീട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിൽ? തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി ഉണ്ടാവുകയുള്ളൂ, ഒരു മതിൽ. ആ മതിൽ ക്ലോസ് ചെയ്ത, ആ വഴി മുടക്കിയ എത്ര അയൽപക്കങ്ങളുണ്ട് നമുക്ക്? ഒരു വഴി നടത്താൻ പോലും സമ്മതിക്കാത്തവർ. എന്ത് പ്രശ്നമാണ് നമുക്ക് പറയാം? നമ്മുടെ നെഞ്ചത്തു കൂടെ അല്ലല്ലോ, ആ അള്ളാഹ് നൽകിയ ഭൂമിയിലൂടെ ഒരു വഴി നടക്കാൻ പോലും വിസമ്മതിച്ചവരില്ലേ നമ്മുടെ നാട്ടിൽ? എന്ന് മാത്രവുമല്ല, ഈ ബന്ധം വലിയ ഊഷ്മളതയുണ്ടാകണം എന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ സൂക്ഷ്മത കൂടെ വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇന്നെങ്ങനെയെന്നറിയോ? അയൽവാസി ആയെങ്കിൽ പിന്നെ ഏത് സമയത്തും കയറി വരാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, എന്ത് വർത്താനം വേണമെങ്കിലും പറയാം. സുഹൃത്തുക്കളെ, മഹ്റമല്ലാത്ത അയൽവാസി മഹ്റമല്ല എന്ന് തന്നെ തിരിച്ചറിയണം. അന്യപുരുഷനായി കാണണം. അയൽവാസിയാണ്, ശരി, എന്തും കയറാം, എപ്പോഴും വരാം, എങ്ങനെയും സംസാരിക്കാം എന്നുണ്ടോ? എത്ര പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം തൊട്ടപ്പുറത്തുള്ള അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകുന്ന തെറ്റായ സംസാരരീതികൾ കണ്ട് കുടുംബ ബന്ധങ്ങൾ പ്രശ്നമായി മാറിയ എത്ര സംഭവങ്ങളുണ്ട്. അയൽപക്ക ബന്ധങ്ങളിലെ അവിഹിതങ്ങൾ കാരണം കൊണ്ട് നാറിയ ജീവിതങ്ങൾ എത്ര നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൗരവമാണ്, സാധാ സംഭവമായി നിങ്ങൾ കാണരുത്. ഒരാള് നാട്ടിലുള്ള 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അലാമിൻ അയ്യസിനിയ ബിഇംറഅതി ജാരിഹി, തൻ്റെ അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്നത് മറ്റു 10 ആളുകളെ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം വർദ്ധിക്കുകയാണ്. ഹദീസിൽ അടുത്തത് കാണാം, മറ്റു 10 വീടുകളിൽ മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അയൽവാസിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കൽ. ഇതെത്ര ഗൗരവത്തോടെ ആയിരിക്കണം ഹദീസിൽ ഇത് വന്നപ്പോൾ ഇസ്ലാം അതിനെങ്ങനെയാ കാണുന്നത്?
പരലോക വിജയത്തിന് ഈമാൻ അത്യാവശ്യമാണ്. മുഅ്മിനാകാതെ പരലോകത്ത് ജയിക്കാൻ പറ്റൂല. നല്ല മുഅ്മിനാകാൻ നബി തങ്ങൾ കൊടുത്ത ഉപദേശം വഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിക്ക് പുണ്യം ചെയ്തോ. തകുൻ മുഅ്മിനാ, നീ നല്ല ഒരു മുഅ്മിനായി മാറും. ആളുകളുടെ ധാരണ പള്ളി പോയാൽ മതി, ക്ലാസ്സിന് പോയാൽ മതി, ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് അങ്ങനെ നടന്നാൽ മതി, ഒരു നല്ല മുഅ്മിനാകുമെന്ന് ധരിച്ചുവെങ്കിൽ വഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ സുഹൃത്തത്തിന്റെ കാര്യത്തിൽ അയൽവാസികളെ മുടക്കരുത്, അവർക്ക് നന്മ ചെയ്യണം. തകുൻ മുഅ്മിന, എങ്കിൽ നീ ഒരു മുഅ്മിനായി മാറും. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, അയൽവാസിയുടെ മതം നോക്കാതെ, ആദർശം നോക്കാതെ, പ്രസ്ഥാനം നോക്കാതെ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു? നമ്മുടെ നാട്ടിൽ എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നിന്റെ അയൽവാസി ഇന്ന ആദർശക്കാരനാണെങ്കിൽ നീ മിണ്ടരുത്, ചിരിക്കരുത്, നോക്കരുത്, മരിച്ചാൽ പോകരുതെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വെച്ച് നടക്കുന്ന എത്രയോ പ്രഭാഷകന്മാരുണ്ട്. ഒന്നേ പറയാനുള്ളൂ, അവർ ഈ സമുദായത്തിനെ നശിപ്പിക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നാശത്തിന്റെ കാരണക്കാരാണ്. തമ്മിൽ തല്ലിക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, ശത്രുത പരത്തുന്ന അത്തരം ആളുകളെ ഇനിയെങ്കിലും കരുതിയിരിക്കണം നമ്മൾ. ഇസ്ലാം പറയാണ്, മതം നോക്കാതെ നിന്റെ അയൽവാസിയാണോ നീ അവനെ പരിഗണിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗത്തിലെത്താൻ മുഹ്സിനാവണം, നീ ഒരു നല്ല സുഹൃതവാനാകണം. ഒരു സഹാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ എങ്ങനെയാണ് ഒരു നല്ല മുഹ്സിനാണ്, നല്ല സുഹൃതവാനാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, നീ എങ്ങനെയാണ് എനിക്കറിയാൻ സാധിക്കുക? നബി തങ്ങൾ പറഞ്ഞു, സൽജീറാനക, നിന്റെ അയൽവാസിനോട് ചോദിച്ചാ മതി നിന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾ അയൽവാസിനോട് ചോദിച്ചാൽ മതി നമ്മൾ നല്ല മനുഷ്യനാണോ മോശപ്പെട്ടവനാണോ എന്നറിയാനുള്ള ഏക വഴി അതാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ അയൽവാസി പറയുകയാണ്, ഇന്നക മുഹ്സിനുൻ, നീ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ഒരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ആണ്. ഇന്നക മുസീഉൻ, നീ ഒരു മോശക്കാരനാണെന്ന് അയൽവാസി പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, അത് വിലയിരുത്തേണ്ടതാണ്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുന്നത്? ആരാണ് ഈ ബന്ധത്തിന് കാര്യമായി ഗൗരവത്തിൽ കാണുന്നത്? മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. അദ്ദേഹത്തിനോട് കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം, നിന്റെ അയൽവാസികളെ നീ പരിഗണിക്കണം. അവരറിയരുത്, അവരെ വിളിക്കരുത്, അവരെ നോക്കരുതെന്നല്ല, അവരെ പരിഗണിക്കണം. നിന്റെ വീട്ടിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ നീ പ്രത്യേകിച്ചും അവരെ ഒന്ന് മാനിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുകയാണ്, ഇദാ തബഖത മറഖതൻ, നീ വീട്ടിൽ ഒരു സ്പെഷ്യലായ കറി വെക്കുകയാണെങ്കിൽ ഫക്തിർ മാഅഹാ, അല്പം വെള്ളം കൂടുതൽ അതിലിട്ടേക്ക്. വതആഹദ് ജീറാനക, നിന്റെ അയൽവാസിനെ കൂടെ അതിൽ പരിഗണിക്ക്. നമ്മളെ വീട്ടിലത്തെ എണ്ണ സംഖ്യ എടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ രണ്ടാളെയും കൂടെ പരിഗണിക്കാൻ എന്ത് പ്രയാസമാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഗൾഫിലുള്ള ആളുകളെ ഫോൺ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അന്യ ജില്ലകളിൽ കിടക്കുന്ന എത്രയോ ബന്ധങ്ങളെ വിളിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും. തൊട്ട മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ കയറിയിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമുക്കെന്ത് തിരക്കാണ് അതിന് പറയാനുള്ളത്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മുഅ്മിനല്ല, അയാൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലൈസ ബിമുഅ്മിനിൻ, ഒരാൾ മുഅ്മിനല്ല മൻ ബാത ശബ്ആൻ. കേട്ടതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്തെ വീട്ടിൽ വയറു നിറച്ചു ഉണ്ണുന്നവൻ അവൻ മുഅ്മിനല്ല. ഇതൊരു നല്ല ക്വാളിറ്റി അല്ല, അതവനിൽ വരാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ ജോലിയാർത്ഥം, യാത്രയാവശ്യാർത്ഥം വീട് വിട്ട് പലപ്പോഴും പുറത്താണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ ഭാര്യമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര് ശ്രദ്ധിക്കണം. ഈ ഖുത്ബ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സ്ത്രീകളെ, അയൽവാസികളോട് നന്നായി പെരുമാറാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല. എന്തൊക്കെ വസ്ത്രം ധരിച്ചാലും, എന്തൊക്കെ നല്ല രൂപത്തിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സ്വതക്ക ചെയ്താലും, നിങ്ങൾ ഈ ഹദീസ് കേൾക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരാൾ സംശയം ചോദിക്കുകയാണ്, നബിയേ, എനിക്കൊരു പെണ്ണിനെ പരിചയമുണ്ട്,
ഇന്ന ഫുലാന യുദ്കറു മിൻ കസ്റതി സ്വലാത്തിഹാ. നല്ല നിസ്കാരമാണ്, സുന്നത്തും ഫർളും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ്. വസിയാമിഹാ, നോമ്പ് വരെ സുന്നത്തെടുക്കുന്നവളാണ്. വസദഖതിഹാ, നന്നായി ദാനം ചെയ്യുന്ന ഒരു പെണ്ണാണ് നബിയെ. ഗൈറ അന്നഹാ തുദി ജീറാനഹാ ബിലിസാനിഹാ. ഒരു പ്രശ്നമുണ്ട്, ഒറ്റ പ്രശ്നമേ അവൾക്കുള്ളൂ. തൻ്റെ അയൽവാസികളെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്ന പെണ്ണാണ് നബിയെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഫഖാൽ, പ്രവാചകന്റെ മറുപടി കേൾക്കണം. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ആദ്യം എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അവസാനം ഒരു പ്രശ്നം പറഞ്ഞു. അയൽവാസിനെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്നവളാണ്, നരകത്തിലാണ്. ഉടൻ ആൾ തിരിച്ചു ചോദിച്ചു, നബിയെ എനിക്കൊരു പെണ്ണിനെ അറിയാം, നോമ്പ് കുറച്ചൊക്കെ കുറവാണ്, സുന്നത്തൊന്നും അങ്ങനെ വല്ലാതെ എടുക്കലില്ല, സ്വതക്കൊക്കെ കൊടുക്കൽ വളരെ കുറവാണ്, പക്ഷേ അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഒരിക്കലും തൻ്റെ അയൽവാസികളുമായി നാവ് കൊണ്ടൊരു ഉപദ്രവം പോലും ചെയ്യാത്തൊരു നല്ല ഒരു പെണ്ണുണ്ട് നബിയെ. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, അവൾ സ്വർഗത്തിലാണ്. അതൊരു വലിയ കാര്യമായിട്ടാണ് ഹദീസിൽ വിശദീകരിച്ചത്. നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ പെരുമാറ്റങ്ങൾ ആലോചിക്കൂ നിങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ അയൽവാസി വിലയിരുത്തുന്നത്. നമ്മുടെ പ്രസംഗങ്ങളല്ല, നമ്മുടെ ഖുത്ബകളല്ല, നമ്മുടേതായ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല, നമ്മുടെ പെരുമാറ്റമാണ്. ഇതര മതസ്ഥരായ അന്യമതസ്ഥരായ അയൽവാസികൾ നമ്മളെ വിലയിരുത്തുന്ന മാനദണ്ഡം നമ്മളും അവരും തമ്മിലുള്ള പെരുമാറ്റമാണ്. ഒരിക്കൽ പോലും നമ്മളാണ് ഈ നാട്ടിലെ ശല്യക്കാർ, ഇയാളാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ കുഴപ്പക്കാരൻ എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പറയാതിരിക്കാൻ നല്ല ഗൗരവം വേണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുക നിങ്ങൾ. മക്കയിൽ താമസിക്കാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ, അള്ളാനെ ആരാധിച്ച് ജീവിക്കാൻ കഴിയാതെ വേറെ ഒരു നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി പുറപ്പെട്ടു. വഴിയിലെത്തിയ സമയത്ത് ഇബ്നു ദുഗിന്ന എന്ന അമുസ്ലിമായ മനുഷ്യൻ വഴി തടഞ്ഞിട്ട് ചോദിച്ചു, അബൂബക്കർ നിങ്ങൾ എങ്ങോട്ടാ പോണത്? അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മറ്റേതെങ്കിലും ഒരു നാട് തേടി പോവുകയാണ്, എനിക്കിവിടെ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇബ്നു ദുഗിന്ന എന്ന അമുസ്ലിമായ സഹോദരൻ പറഞ്ഞ വാക്കുണ്ട്, അബൂബക്കർ നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ നാട് വിട്ട് പോകരുത്. ഇന്ന മിസ്ലക് ലാ യഖ്റുജു വലാ യുഖ്റജ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ നാട് വിട്ടു പോകാൻ പാടില്ല, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നവന്റെ അത്താണിയാണ്, കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, സത്യസന്ധത പാലിക്കുന്നയാളാണ്. ആരാ സർട്ടിഫിക്കറ്റ്? ഒരു അമുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകും, ഞാൻ നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം തരും, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരും. നിങ്ങൾ മടങ്ങി വാ, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ഇവിടെ ആരാധന ചെയ്ത് ജീവിക്കണം, നിങ്ങൾ ഈ നാട് വിട്ട് പോകരുത്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് എത്ര പേർ നമ്മുടെ നാട്ടിലെ മറ്റുള്ളവർ പറയും. പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ്, വിശിഷ്ട ഗുണമാണ് അയൽപക്കത്തിൻ്റെ ഏറ്റവും നല്ല മാന്യത എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതെല്ലാം പാലിക്കാനും മനസ്സിലാക്കാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരിക്കൽ കൂടി വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തു നിന്ന് രക്ഷിക്കണം. ആളിക്കത്തുന്ന നരകത്തിൽ മനുഷ്യരെയും കല്ലുകളെയുമാണ് കത്തിക്കുന്നത്. ആ നരകത്തിൻ്റെ മാലാഖമാർ പരുക്കൻ സ്വഭാവികളായ, ഒരു അലിവ് തോന്നാത്ത, ദയ തോന്നാത്ത മലക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഇണകളെയും എല്ലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണേ എന്ന ആയത്ത് സൂറത്തു തഹരീമിലൂടെ വന്നപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദിബൂഹും വഅല്ലിമൂഹും, കുടുംബങ്ങൾക്ക് അദബ് പഠിപ്പിക്കലാണ്, കുടുംബങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കലാണ് പ്രധാനം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, കുടുംബത്തിൽ അദബുണ്ടാകണം, ഇൽമുള്ളവരായി അവർ മാറണം. മഹാന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, അബൂ സക്കരിയ്യ അംബരി റഹിമഹുല്ലയെ പോലെയുള്ള മഹാവിജ്ഞാന പണ്ഡിതന്മാർ പറയാൻ, ഇൽമും ബിലാ അദബിൻ കനാരിൻ ബിലാ ഹതബിൻ. ഒരാൾക്ക് ഒരുപാട് അറിവുണ്ട്, പക്ഷേ അദബില്ലാത്ത മനുഷ്യനാണ്. ആളുകളോട് പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, ബഹുമാനിക്കാൻ അറിയില്ല. അദബില്ലാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ കനാരിൻ ബിലാ ഹതബിൻ, അവൻ വിറകില്ലാത്ത തീയിനെ പോലെയാണ്. മഹാനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, അദബ് എന്ന ഒരു ഗുണം, സംസ്കാരം, അദബ്, മര്യാദ എന്ന ഗുണം സുലുസൈദ്ദീൻ, മതത്തിന്റെ 2/3 ഭാഗവും വായിച്ചാൽ അദബായിരിക്കും. മതത്തിന്റെ 3 ഭാഗത്തിനെ 2 തിരിച്ചാൽ അതിൽ 2 ഭാഗം അദബാണ്, 1 ഭാഗമാണ് ദീനീ പാഠങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം പറയാണ്, ഞാൻ ഒരുപാട് കാലം അറിവ് പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ 30 കൊല്ലം പഠിച്ചത് അദബാണ്. പള്ളിയിലെ മര്യാദ എന്ത്, മുതിർന്നവരോടുള്ള മര്യാദ എന്ത്, വീട്ടുകാരോടുള്ള മര്യാദ എന്ത്, വഴിയിലുള്ള ഞാൻ ചെയ്യേണ്ടുന്ന അദബുകൾ എന്ത്, 30 വർഷം ഞാൻ പഠിച്ചത് അദബാണ്. വതലബുൽ ഇൽമി, ഞാൻ ഇൽമായ കാര്യങ്ങൾ പഠിച്ചത് 20 സന, 20 കൊല്ലമാണ്. കൂടുതൽ പഠിച്ചത് അദബാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദുഹു. നമ്മൾ ഒരാളെ കുറിച്ച് പറയും, അയാൾ യതീമാണ്. എന്താ യതീമാന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു അൻഹു പറയാണ്, വാപ്പയോ ഉമ്മയോ മരിച്ചതിന്റെ പേരിലല്ല ഒരാളെ യതീം എന്ന് പറയേണ്ടത്. ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. ഇൽമുല്ല, അദബുല്ലാത്ത ഒരാളെ, കുട്ടിയെ കണ്ടാൽ അവനെയാണ് നീ സത്യത്തിൽ യതീം എന്ന് പറയേണ്ടത്. അനാഥനായത് അവനാണ്. അത്തരം ആളുകൾ ഉണ്ടാകാതിരിക്കണമെന്ന് കുട്ടികളുടെ മനഃശാസ്ത്ര ഭൂമിക പഠിക്കുന്ന സൈക്കോ ഫിസിയോളജിയിൽ ആധുനികരായ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പ്രായത്തെ പരിഗണിച്ച് വളർത്താൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അദ്ദേഹം ഉലമാക്കന്മാർ പറയാണ്, ഒരു പൊതു ഖാഇദ പഠിപ്പിക്കുകയാണ്, ലാഇബുഹു സബ്അൻ, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ കളിപ്പിക്കണം. കളിയിലൂടെ പലതും അവർ പഠിക്കും. അവരുടെ കളിപ്രായമാണെന്ന് നീ മനസ്സിലാക്കണം. 7ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെ അദ്ദിബുഹു സബ്അൻ, അദബ് പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ, വീട്ടിൽ കയറുമ്പോഴുള്ള മര്യാദ, ടോയ്ലറ്റിന്റെ മര്യാദ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, മുടി വെട്ടുമ്പോഴുള്ള മര്യാദ എന്നാ പഠിപ്പിക്കേണ്ടത്? +2 കഴിയുമ്പോഴല്ല. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അതിൻ്റെ സമയമാണ്. 14 മുതൽ 21 വയസ്സ് വരെ സ്വാഹിബുഹു സബ്അൻ, ഒരു സുഹൃത്തിനെ പോലെ നീ ഒന്ന് പെരുമാറിക്കൊടുത്താൽ മതി, നിന്റെ കുട്ടി നന്നാവും. സഹോദരങ്ങളെ, ഈ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സുദീർഘമായ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾക്ക് ദീനിന്റെ അദബിന്റെ കാര്യങ്ങൾ കൃത്യമായി ലഭിക്കേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ A+കളിൽ രോമാഞ്ചം കൊണ്ടവരാണ്. മറ്റുള്ളവരുടെ A+കൾ കണ്ട് സന്തോഷം കൊണ്ടവരാണ്. വേണ്ടത് തന്നെയാണ്. നമ്മുടെ കുട്ടി 5 നേരം പള്ളിയിൽ പോകുന്നതിന് എപ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ടോ?
നമ്മുടെ കുട്ടി ഒരു മീൻമുള്ള എടുത്തുകൊണ്ടൊരു വിശക്കുന്ന പൂച്ചക്കുട്ടിക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്കൊരു കുളിര് തോന്നുന്നുണ്ടോ? ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കുന്ന ഒരു നന്മയുള്ള നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സന്തോഷമോ ഒരു അവാർഡോ നമ്മൾ നൽകാറുണ്ടോ? മതപരമായി നമ്മുടെ കുട്ടി പാലിക്കുന്ന നന്മകളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മസന്തോഷം തോന്നിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കുട്ടികളിലെ ഭൗതികതയിൽ ഭയങ്കരമായ ഇഷ്ടമാണ്, ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ഒഴിവാക്കണമെന്നല്ല. എന്നാൽ മതത്തെയും മതപഠനത്തെയും മതബിനെയും മാറ്റിവെച്ചുകൊണ്ട് നീ ഭൗതികതയിൽ എന്തു നേടിയിട്ടും കാര്യമില്ല. ഈ അടുത്ത് ഒരു ഡോക്ടറുടെ അരികിലേക്ക് ഒരു രോഗി വന്നു. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാല് മുറിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തി. അവസാനം തീരുമാനിച്ചു, പൈസ അടച്ച് സർജറിക്ക് റെഡിയായി നിൽക്കുന്നതിനിടയിൽ രോഗി മരണപ്പെട്ടു. പക്ഷെ കാല് മുറിച്ചിട്ടില്ല. പക്ഷെ ഈ കാശടച്ച സ്ഥിതിക്ക്, ഏതായിരുന്നാലും രോഗി മരിച്ച സ്ഥിതിക്ക് ഡോക്ടർ ഒരു കാര്യം തീരുമാനിച്ചു, ഏതായിരുന്നാലും മരിച്ചു, കാലങ്ങ് മുറിച്ചു കളയാം, ഇല്ലെങ്കിൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യേണ്ടി വരുമെന്ന് അയാൾക്ക് തോന്നി. ഒരു മുസ്ലിമായ ഡോക്ടർ. സഹോദരങ്ങളെ, ഒരുപാട് വലിയ വിവരങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പഠിക്കേണ്ടുന്ന, ഞാൻ പകർത്തേണ്ടുന്ന ദീനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസ മേഖല വന്നില്ലെങ്കിൽ അവർ സമൂഹത്തിൽ വില്ലന്മാരായി മാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളിലും അല്ലെ വലിയ 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 ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിക്കുന്നത് എപ്പോഴാണ്? അയാൾക്കതിൻ്റെ ദീൻ അറിയാത്തത് കൊണ്ടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി ചോദിച്ച് നടന്ന് ഭീഷണിപ്പെടുത്തുന്ന വില്ലേജിലെ പഞ്ചായത്തിലെ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാർ വരെ, അവർക്കതിൻ്റെ എത്ര വലിയ ശമ്പളമുണ്ടെങ്കിലും ഈ സുഖം കിട്ടി ആസ്വദിക്കുന്നവർക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, എനിക്കെൻ്റെ ഹറാമായ സമ്പത്ത്. ഇത് പഠിക്കാത്തവരുടെ കുറിച്ചുള്ള വലിയ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മദ്രസാ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായി നടക്കുന്നു. സ്കൂളിൻ്റെ പഠനത്തിനെ ബാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ ചക്കരക്കൽ സലഫി മസ്ജിദിന്റെ കീഴിൽ മദ്രസ അഡ്മിഷൻ പ്രൊസീജിയറുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ആ രംഗത്ത് മദ്രസാ വിദ്യാഭ്യാസത്തിന് യാതൊരു പരിഗണനയും നൽകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. KG മുതൽ 6ാം ക്ലാസ് വരെ നിങ്ങളുടെ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ മദ്രസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മപ്പെടുത്തുകയാണ്, ടീച്ചർമാർ തന്നെ വീട്ടിൽ അന്തരീക്ഷം പോലെ, ഒരു ഉമ്മമാരുടെ സ്നേഹവാത്സല്യത്തെ പോലെ നമ്മുടെ ടീച്ചർമാർ അവരെ മക്കളെ നന്നായി കൃത്യമായി കൊണ്ട് തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അടുത്തറിയണം, അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം, പഠിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ ക്ലാസ് റൂമും ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകൾ നമുക്ക് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഒരു 30,000 രൂപയുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്കത് തീർക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഇന്ന് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ഇന്നൊരൊറ്റ മണിക്കൂർ കൊണ്ട് തീരുമാനിച്ചാൽ നടക്കാവുന്നതേയുള്ളൂ. അൽഹംദുലില്ലാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ദീന് പഠിക്കുന്ന, ഖുർആൻ ഓതി പഠിക്കുന്ന, നിസ്കാരം പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്നതൊന്നും ചെറുതല്ല എന്ന താല്പര്യത്തോടെ ഇന്ന് ആ വിഷയത്തിൽ നമ്മൾ എല്ലാവരും സഹകരിക്കണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു 2 സന്തോഷ വാർത്തകൾ രേഖപ്പെടുത്താൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പള്ളിയിലെ ഇമാമിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ റമദാനിൽ നമ്മൾ നടത്തിയിരുന്നു. 7 ലക്ഷം രൂപ നമുക്ക് അതിന് അത്യാവശ്യമായി വന്നിരുന്നു. അൽഹംദുലില്ലാ, റമദാൻ പൂർത്തിയാക്കുമ്പോൾ തന്നെ ആ ഫണ്ട് മുഴുവനായി നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചപ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമുക്കത് സാധിച്ചിട്ടുണ്ട്. സഹകരിച്ച എല്ലാവർക്കും വലിയ നന്മയും പ്രതിഫലവും അല്ലാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ പള്ളിയിലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഹുതുബയൊക്കെ കേൾക്കാറുള്ള ഒരു സഹോദരൻ ഫിൻലാൻഡിൽ നിന്ന് അദ്ദേഹം ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. നമ്മുടെ പള്ളിയുടെ കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ട ചെലവുകൾ എത്രയാണെങ്കിലും ഞാനത് നൽകിക്കോളാം എന്ന് ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിനും ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സകല മേഖലകളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ രോഗവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരു സഹോദരി നമ്മുടെ പരിസരത്തുള്ള ക്യാൻസർ രോഗബാധിച്ച് ചികിത്സയിലാണ്. അല്ലാഹു ആ സഹോദരിക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അവരുടെ പ്രത്യേകമായ രോഗപ്രയാസങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുക പ്രയാസവുമാണ്. അത്തരത്തിൽ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ഏറ്റവും വേഗത്തിൽ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സുള്ള ആരോഗ്യം, ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി നീ അനുഗ്രഹിക്കണമേ.
അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് നിർഭയത്തോടെ ജീവിക്കാനുള്ള സമാധാന അന്തരീക്ഷം ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നല്ല സമൃദ്ധമായ മഴയെ ഞങ്ങൾക്ക് ഇനിയും നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ അസ്ഖിനാ അല്ലാഹുമ്മ അഖിസ്ന അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ ഞങ്ങളിൽ ഏറ്റവും വലിയ ഖൈറും ബറകാത്തുകളും എല്ലാം ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار. ربنا لا تخزنا يوم القيامة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.